ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ജോൺ ഡെ ബ്രിറ്റോയെ പറ്റിയാണ് ചിന്തിക്കുക. ലിസ്ബണിൽ ജനിച്ചു വളർന്ന് ഭാരത മണ്ണിൽ രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധൻ. ആ വിശുദ്ധൻ നമുക്ക് നൽകുന്നത് ക്രിസ്തുവിനു വേണ്ടി പോരാടുവാനാണ്. ക്രിസ്തുവിന് വേണ്ടി പോരാടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം, മുൻവിധികൾ പാടില്ല എന്നത് തന്നെയാണ്. ഇന്നത്തെ സുവിശേഷം വ്യക്തമായി അതിന് നൽകുന്ന ഉദാഹരണമുണ്ട്. ക്രിസ്തു തൻ്റെ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് അവൻ്റെ തന്നെ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങുകയാണ്. രോഗസൗഖ്യം നൽകാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ. എന്നാൽ മറ്റുള്ളവർ അവനെ മുൻവിധിയോടുകൂടെ കാണുന്നു. ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഈ ജ്ഞാനം എവിടെ നിന്ന്? ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഇവൻ ആ മരപ്പണിക്കാരനല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും വലിയ മുൻവിധി. അങ്ങനെ ബന്ധുക്കളുടെ ഇടയിൽ അവൻ അവമതിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ യാതൊരു അത്ഭുതങ്ങളും നടത്തുവാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ ശക്തി പോലും അവിടെ തടസ്സപ്പെട്ടു പോയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്നലത്തെ വായിച്ചു കേട്ട സുവിശേഷവും. രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടുകൂടെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൻ പോലും അറിയാതെ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട സ്ഥലത്താണ് ഇന്ന് അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ യാതൊന്നും പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന്. ഏതാനും പേരുടെ അടുത്ത് മാത്രം അവൻ അവർക്ക് സുഖപ്പെടുത്തി എന്നല്ലാതെ അവന് മറ്റൊന്നും ചെയ്യുവാനായിട്ട് പറ്റിയില്ല. പക്ഷേ ക്രിസ്തു തുടർന്നും ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നുവെന്ന് നമുക്ക് നൽകുന്നൊരു പാഠം ഇതാണ്. മറ്റുള്ളവർ നമ്മളെ മുൻവിധിയോടുകൂടെ കാണുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തെ പറ്റി അവർ വിലയിരുത്തി നമ്മളെ പലതിൽ നിന്നും തടസ്സപ്പെടുത്തുമ്പോൾ നമ്മളുടെ ദൗത്യവും ജീവിത ലക്ഷ്യവുമായി നമ്മൾ മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കണം, ക്രിസ്തുവിനെ പോലെ. അല്ലാത്ത പക്ഷം നമുക്ക് വഴിയിൽ വെച്ച് നമ്മുടെ സ്വപ്നങ്ങൾ ത്യജിക്കേണ്ടി വരും, നമ്മുടെ പല പദ്ധതികളും ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് ക്രിസ്തുവിനെ പാഠമാക്കേണ്ടതുണ്ട്. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മൾ എടുത്തു പറയുക. കർത്താവേ, എൻ്റെ പാപം ക്ഷമിക്കണമേ. പ്രതിവചന സങ്കീർത്തനം ആവർത്തിച്ച് പറയുന്നത് എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഒന്നാം വായനയാണ്. ദാവീദ് ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു? ദൈവം രാജാവിനെ ഒരു ജനതയെ മുഴുവനും ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ആരെ ആണോ ഭരമേൽപ്പിച്ചത് അവൻ കാരണം ജനത ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങുന്നു, മരണവിധിക്ക് അവർ അർഹരാകുന്നു. നമ്മളെയും ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കുടുംബം, ഒരു സമൂഹം, ഒരു തൊഴിലിടമല്ല. നമ്മൾ കാരണം അവർ ഒരിക്കലും ശിക്ഷ ഏറ്റുവാങ്ങരുത്. ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകുവാൻ നമുക്ക് സാധിക്കണം. ആരെയും മുൻവിധിയോടുകൂടെ കാണാതെ എല്ലാവരെയും ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന ചാലക ശക്തിയായി നമുക്ക് മാറാം. അങ്ങനെ ക്രിസ്തുനാഥൻ നൽകുന്ന പുതിയ ചിന്തകൾ, പുതിയ അനുഗ്രഹങ്ങൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് പഴയത് പലതും മനസ്സിൽ നിന്നും മുൻവിധികളായി മാറാതെ അതിനൊക്കെയും എടുത്തുമാറ്റി ക്രിസ്തുവിൽ പുതിയ വ്യക്തികളായി മാറാം. വിശുദ്ധ ജോൺ ഡെ ബ്രിറ്റോയെ പോലെ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ നമുക്കും തയ്യാറാകാം. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.